ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇത്തരത്തിൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വീടിന് മുകളിലൂടെ ഡ്രോൺ പറത്തി അയാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി വീഡിയോ ചിത്രീകരിച്ച് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണോ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തനം? കഴിഞ്ഞ ദിവസം സലീം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിട്ട് പലരും ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ തിരികെയും അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ എന്താണ് മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? അതുമാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം പോലീസും രംഗത്ത് വരികയുണ്ടായി. അതായത് ഇത്തരത്തിൽ സ്വകാര്യമായിട്ട് ഒരാളുടെ ഫോട്ടോയിലെ വീഡിയോ ചിത്രീകരിച്ച് അത് പോസ്റ്റ് ചെയ്യുന്നത് ഒരാളുടെ സ്വകാര്യത ലംഘനമാണെന്നും സ്വകാര്യത എന്ന് പറയുന്നത് ഒരാളുടെ മൗലിക അവകാശമാണെന്നും അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇവരൊന്നും എന്താ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തോട് പ്രതികരിക്കാത്തത്? ഞാനിവിടെ ഒരിക്കലും ഈ ഓൺലൈൻ മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. പക്ഷേ രണ്ടുപേരും, അതായത് ഈ മുഖ്യധാര മാധ്യമങ്ങളും ഈ ഓൺലൈൻ ചാനലുകാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പം ഓൺലൈൻ മീഡിയക്കാർ എല്ലാം ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നത് അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, രണ്ടും ഒന്ന് തന്നെ. ഇന്നലെ ഒരുവിധം എല്ലാ ചാനലുകളിലും ഈ ഓൺലൈൻ മീഡിയാസിനെതിരെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതായത് അവർക്ക് ഓൺലൈൻ മീഡിയാസിന് പ്രത്യേക പ്രോട്ടോക്കോൾ വേണമെന്നും രജിസ്ട്രേഷൻ വേണമെന്നും എന്താ പറയുക, ഓരോ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മെയിൻ സ്ട്രീമുള്ള എല്ലാ മീഡിയാസിലും കണ്ടിരുന്നു. അപ്പം അവർ പുണ്യാളന്മാരാണോ? അവർക്കിത് പറയാനുള്ള അർഹതയുണ്ടോ എന്നും കൂടി അവർ ആലോചിക്കണം. നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരുന്ന അന്ന് നടൻ ദിലീപിൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് രാവിലെ മുതലേ എന്താ പറയുക, ഈ പറയുന്ന മുഖ്യധാര ചാനൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് അവരുടെ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിച്ച് ടെലികാസ്റ്റ് ചെയ്ത്, അതായത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതായത് ദിലീപ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യം, അതായത് ദിലീപിൻ്റെ ക്ലോസപ്പ് ദൃശ്യം കിട്ടാൻ വേണ്ടി അവരുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ കയറി, അതായത് അനുമതിയില്ലാതെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ ഡ്രോൺ പറത്തി വീഡിയോ ചിത്രീകരിക്കാൻ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മുഖ്യധാര ചാനൽ ശ്രമിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത് ഈ പറയുന്ന സ്വകാര്യതയുടെ ലംഘനമല്ലേ? കാരണം എന്ന് വെച്ചാൽ സ്വകാര്യത മൗലിക അവകാശമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരുടെ അനുമതി ഇല്ലാതെ അവരുടെ വീട്ടിലോട്ട് കടന്നു കയറി ആ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതെന്ന് പറഞ്ഞത് സ്വകാര്യതയുടെ ലംഘനമല്ലേ? അപ്പോൾ ഇത് ടി വിയിലൂടെ കണ്ട ദിലീപ് അങ്ങനെ ഇപ്പോൾ തൻ്റെ ക്ലോസപ്പ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കറുത്ത കുടയെടുത്ത് മുഖം മറച്ചുകൊണ്ടാണ്, ലാസ്റ്റ് ഗതികേട് കൊണ്ട് സ്വന്തം വീട്ടിൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അപ്പോൾ ഗതികേട് കൊണ്ട് മുഖം മറച്ച് ഇന്നോവ കാറിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എല്ലാം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഏതൊരു വ്യക്തിക്കും ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന സ്വകാര്യത മൗലിക അവകാശമാണെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ചെയ്ത ഒരു ചാനലിനെ ഒരാൾ പോലും വിമർശിച്ച് കണ്ടില്ല. അന്നും ഈ സ്വകാര്യതയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ കേരള പോലീസ് വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ അനുമതിയില്ലാതെ രഹസ്യമായി വീഡിയോ എടുത്തത് റിപ്പോർട്ടർ മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്, അതിൽ മനോരമ ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഈ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരാളുടെ സ്വകാര്യത്തിലേക്ക് കടന്നു കയറി വീഡിയോ എടുത്തതെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലാതെ ഈ ഓൺലൈൻ ചാനലുകാരല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയക്കാർ ഒരു 10-50 വീഡിയോസ് ഓരോ സെലിബ്രിറ്റി വന്ന് കാണുന്നതായിട്ടുള്ള വീഡിയോസ് ഇടും. ഇതേ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നത്. അവർ രാവിലെ തൊട്ട് ഈ സംസ്കാര ചടങ്ങ് വരെയുള്ള ലൈവ് ടെലികാസ്റ്റാണ് ടി വിയിൽ കാണിക്കുന്നത്. അപ്പോൾ രണ്ടും ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, നല്ല ഉദ്ദേശമല്ല രണ്ടു പേർക്കും ഉള്ളത്. അതുപോലെ ഫേക്ക് ന്യൂസ് പറയുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പം പഴയ നടി നമ്മുടെ കനക മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തത് ഓൺലൈൻ മീഡിയാസ് അല്ല, നമ്മുടെ ഓരോ മുഖ്യധാര മാധ്യമങ്ങളിലുമാണ് നടി കനക മരിച്ചുപോയി എന്നുള്ള വ്യാജ വാർത്ത കൊടുത്തത്. അതെല്ലാവർക്കും ഓർമ്മയുണ്ടാവുമായിരിക്കും. അതുപോലെ ഔചിത്യബോധമില്ലാതെ ചോദ്യം ചോദിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഡയറക്ടർ സച്ചി മരിച്ച സമയത്ത് നഞ്ചിയമ്മയോട് ആ അയ്യപ്പനും കോശിയും സിനിമയിലെ പാട്ട് പാടാൻ പറഞ്ഞത് നമ്മുടെ മാതൃഭൂമിയിലുള്ള ഒരു ന്യൂസ് ആങ്കറാണെന്നുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ അച്ചാമാസ് എന്ന സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്യുന്ന അച്ചാമ്മയുടെ അച്ചാച്ചനെയും കൊച്ചുമോൻ ഇന്നലെ ഒരു കാര്യം പറയുകയുണ്ടായി. അവരുടെ അച്ചാമ്മ മരിച്ച സമയത്ത് കുറച്ച് യൂട്യൂബ് ചാനലുകാർ വന്നിട്ട് എന്താ പറയുക, അച്ചാച്ചൻ്റെ കയ്യിൽ അച്ചാമ്മയുടെ ഒരു ഫോട്ടോ
വെച്ചിട്ട് ഒരു സെൻറ്റി വീഡിയോ ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ആരുടെ അനുവാദം ഇല്ലാതെ ഇവർ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഈ അച്ചാച്ചൻ്റെയും അച്ചാമ്മയുടെയും കൊച്ചുമോൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ ആ സമയത്തെ മാനസികാവസ്ഥയെ വിറ്റ് പൈസയാക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് പണ്ട് നമ്മുടെ കേരളത്തിലെ ഞെട്ടിച്ച ദുരഭിമാനക്കൊലയായ കെവിൻ വധക്കേസിലും സംഭവിച്ചത്. അന്ന് കെവിൻ മരണപ്പെട്ട അന്ന് ആ വീട്ടിൽ ചെന്നിട്ട് കെവിൻ അന്ന് സ്നേഹിക്കുന്ന ആ കുട്ടിയുടെ അടുത്ത് മനോരമ ന്യൂസിലെ ഒരു വനിതാ അവതാരക പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആ കുട്ടിയെ ബുദ്ധിമുട്ടിപ്പിച്ചത് അന്ന് അത് കണ്ട ഒരു വ്യക്തിയും മറക്കാനിടയില്ല. അന്ന് തന്നെ ആ വനിതാ റിപ്പോർട്ടർക്കെതിരെ പ്രതികരണമായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകാരും ഈ ഓൺലൈൻ യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യുന്നത് ഒരേ പരിപാടി തന്നെയാണ്. അതിലൊരു വ്യത്യാസവും ഇല്ല. ഒന്ന് റീച്ചിനാണെങ്കിൽ ഒന്ന് റേറ്റിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരാണെങ്കിൽ ഈ ഓൺലൈൻ ചാനലുകാർക്ക് നിയന്ത്രണം വേണം, അവർക്ക് പ്രോട്ടോക്കോൾ വേണം, അവർക്ക് രജിസ്ട്രേഷൻ വേണം, അവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഞങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി, ഞങ്ങൾക്ക് ആരുടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറാനുള്ള, അവരുടെ വീഡിയോ കണ്ടൻ്റ് ആക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ടെന്നൊക്കെയുള്ള ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ അഹങ്കാരം ഉണ്ടല്ലോ, അതവിടെ കയ്യിൽ വെച്ചാൽ മതി. അവർക്കൊരു പ്രത്യേക അവർക്ക് മാത്രം എന്തോ വലിയ പ്രത്യേകത, അത് വേണ്ട. ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. നിയന്ത്രണങ്ങൾ വരുമ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ തന്നെ വരണം. അല്ലാതെ ഒരാൾക്ക് ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെയ്യാനുള്ള അവകാശമൊന്നും ഇല്ല. അപ്പം ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് മെയിൻ സ്ട്രീം മാധ്യമങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം സ്വന്തം കണ്ണിലെ തടിയെടുക്കുക, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുന്നത്. രണ്ടും കൂടെ ഒന്നിച്ച് വേണ്ട.